ഒറ്റക്കമ്പിനാദം 1981 തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഏറ്റവും ഹിറ്റായ ഗാനമാണ് ഒറ്റക്കമ്പി നാദം. 1981 തേനും വയമ്പിലെ പാട്ടുകളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായിരുന്നു. 1981 നവംബർ മാസം 26 പുറത്തിറങ്ങിയ ഈ ചിത്രം വളരെ മനോഹരമായ ഒരു ഫാമിലി ചിത്രമായിരുന്നു. മാത്രമല്ല ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ബിച്ചു തിരുമല, രവീന്ദ്രൻ, യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര ഗാനത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മറ്റൊന്നുമല്ല, അശോക് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഗാനരചനയ്ക്ക് വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ട്യൂൺ ചെയ്ത് ആ ട്യൂണിന് ഇണങ്ങിയ കവിത എഴുതുവാൻ ബിച്ചു തിരുമല റൂമിൽ കതകടച്ച് തൻ്റെ എഴുത്തിനായി കാത്തിരുന്നു. ലഭ്യമായ ട്യൂണിനൊത്ത് വരികൾ ആലോചിച്ച് ബിച്ചു തിരുമല പേപ്പറിലേക്ക് അക്ഷരങ്ങൾ പകരുവാൻ തുടങ്ങിയ സമയത്ത് റൂമിനുള്ളിലേക്ക് കടന്നെത്തിയ കൊതുക് തന്നെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തി. വീണ്ടും കൊതുകിനെ ഓടിച്ച് അദ്ദേഹം തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കവിതകൾ എഴുതുവാനായിട്ട് പേപ്പറിൽ കൈവയ്ക്കുമ്പോഴേക്കും കൊതുക് പിന്നെയും ശല്യപ്പെടുത്തി. വളരെ മൂളലോടുകൂടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കൊതുക് ഇങ്ങനെ പറന്ന് യാത്ര തുടർന്നു. ഈ കൊതുകിൻ്റെ മൂളലിലെ സംഗീതം വളരെ പെട്ടെന്ന് തന്നെ ബിച്ചുവിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊതുകിൻ്റെ മൂളലിലെ മനോഹരമായ സംഗീതം അദ്ദേഹം പേപ്പറുകളിലേക്ക് പകർത്തി. ആ ഒറ്റ കമ്പിയുള്ള ഒരു നാദത്തെ അദ്ദേഹത്തിന് ആ കൊതുകിലൂടെ കിട്ടി. അങ്ങനെയാണ് തേനും വയമ്പിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ഒറ്റക്കമ്പിനാദത്തിൻ്റെ പിറവി. ബിച്ചു തിരുമലയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രത്തിലെ ഗാനത്തിന് ലഭിച്ചു എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ബിച്ചു തിരുമല, രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഇതിലെ ഗാനങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നതും മറ്റൊരു ചരിത്രം.